നമസ്കാരം. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അഥവാ കുട്ടിശാസ്താവ് എന്നറിയപ്പെടുന്ന ആ സ്വാമിയെക്കുറിച്ച് രണ്ട് വാക്ക്. കൂളിവാകയ്ക്കും ശിവനും ജന്മമെടുത്ത പുത്രന്മാരിൽ മൂത്തത് കരിങ്കുട്ടിയും ഇളയത് വിഷ്ണുമായ സ്വാമിയുമാണ്. ഇതിൽ പറയപ്പെടുന്നത് ചാത്തന്മാര് 336 പേരുണ്ട് എന്നാണ്. അപ്പൊ ഇതിൻ്റെ രണ്ട് ഭാഗത്ത് അഗ്രത്തുള്ളവരുടെ നാമമാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞത്. അപ്പൊ കുട്ടിച്ചാത്തൻ എന്നറിയപ്പെടുന്നത് കുട്ടിശാസ്താവ് എന്നുള്ള രീതിയാണ് നമ്മളുടെ പൂജാക്രമങ്ങൾ പറയപ്പെടുന്നത്. ഇതിലെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ കരിങ്കുട്ടി ഇവര് ഏതോ ഒരു ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഹിംസിക്കുന്ന ഒരു ദേവനായിട്ടാണ് കരുതി വച്ചിരിക്കുന്നത്. അത് ശരിയല്ല. കാര്യം ഓരോരോ ദേവന്മാർക്കും പല പല രീതിയിലുള്ള ഭാവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾക്കറിയാവുന്നതാണ്, വിഷ്ണു അവതാരം എടുത്തപ്പോൾ പല രീതിയിലുള്ള അവതാരം എടുത്തു. പലതിനും പല രീതിയിലുള്ള ഭാവങ്ങളായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ വിഷ്ണുമായിക്ക് ഏത് ഭാവമാണോ നമ്മൾ ആശ്രയിക്കുന്നത് അതനുസരിച്ചുള്ള ഫലങ്ങളെയാണ് തരിക. ഇപ്പൊ നമ്മളൊരു ഭക്തൻ ചെന്ന് നമ്മളുടെ ഒരു കാര്യസാധ്യത്തിന് പ്രാർത്ഥിച്ചാൽ ആ ഭഗവാൻ ആ കാര്യം സാധ്യമാക്കി തരും. തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്തെങ്കിലും സമർപ്പണം ചെയ്യാം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാശക്തി വഴിപാട് നടത്തണം. അതങ്ങനെയാണ്. നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ, ഇങ്ങോട്ട് വന്ന് ഭഗവാൻ ചോദിച്ചില്ലല്ലോ, ഞാനിത് നടത്തിത്തരാം, എനിക്കെന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചില്ലല്ലോ. നമ്മളുടെ കാര്യസാധ്യത്തിന് ഭഗവാനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന സാധനം തന്നുകൊള്ളാം, അല്ലെങ്കിൽ ഇന്ന സമർപ്പണം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മൾ സമർപ്പണം ചെയ്യണം. ഇനി അത് ചെയ്തില്ലെന്ന് വെച്ചിട്ട് നമ്മളെ കൊന്നുകളയുകയോ ഹിംസിക്കുകയോ ഒന്നുമില്ല. കാര്യം പിന്നീട് നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി ആ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുകയില്ല നമുക്ക്. ആ ഭഗവാൻ പിന്നെ വിളിപ്പുറത്ത് വരികയില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ കണ്ട് നമ്മളെ ദ്രോഹിക്കും എന്നുള്ള ചിന്താധാര വിടുക. പിന്നെ നമ്മളുടെ സമയത്തിൻ്റെ ജാതകവശാലുള്ള ഫലങ്ങൾ പ്രകാരം ജാതക ഫലം അനുഭവിക്കുന്ന സമയത്ത് ഇത് ഭഗവാന്റെ ദോഷമാണെന്നും പറഞ്ഞ് അതിനോട് ചേർക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാളെ വിളിച്ച് ഒരു ജോലി ചെയ്യിപ്പിക്കുന്നു. ആ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മതിയായ പ്രതിഫലം അവർക്ക് കൊടുത്തില്ല എങ്കിൽ പിന്നീടൊരിക്കൽ അവരെ വിളിച്ചാൽ അവർ വരാൻ മടി കാണിക്കും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ സമർപ്പണം ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. ഇത് ചെയ്യാണ്ട് പ്രാർത്ഥിച്ചിട്ടും ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ ചെന്ന് പിടിച്ചു പറിച്ച് വല്ലതും മേടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തി വച്ചിരിക്കുന്ന രീതിയാണ്. കാര്യം ഭഗവാൻ എപ്പോഴും ഭക്തരുടെ സങ്കടത്തെ മനസ്സിലാക്കി ആ സങ്കട നിവാരണം വരുത്താൻ ഇരിക്കുന്ന ദേവനാണ്. ദേവകലകൾക്ക് മനുഷ്യരിലും അതീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ
ദേവനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ച് അവിടെ സമർപ്പണം ചെയ്തും പോകുന്ന ഭക്തന്റെ ആ അവസ്ഥയല്ല അത് അനുഷ്ഠിക്കുന്ന ഭരണീയരിലോ അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുന്ന ആചാര്യനിലോ ഉള്ളത്. ആചാര്യൻ അത് ക്രിയാഭാഗത്തിലൂടെ ചെയ്ത് അനുഷ്ഠിച്ചു പോരുന്ന ആചാരക്രമം ഇല്ലായ്മ ചെയ്യുകയോ നിർത്തിവെക്കുകയോ ചെയ്യുമ്പോഴാണ് അതുമൂലം ഉപദ്രവങ്ങളോ ദോഷങ്ങളോ വന്ന് ഭവിക്കുക. അതങ്ങനെയാണ് വരിക. അല്ലാതെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തനെ ആ പ്രാർത്ഥന നിർത്തിവെച്ചു എന്ന് വെച്ചിട്ട് ഏതൊരുവിധ വിഷയങ്ങളും വരുന്നില്ല. ഇത് കാലദേശോചിതം കർമ്മം എന്ന് പറഞ്ഞ കണക്ക് ചില ദേശത്ത് ചെല്ലുമ്പോഴും ചില സമയത്തും നമുക്കെല്ലാം ചെയ്യാൻ സാധ്യമായെന്ന് വരില്ല. അത് ആ സ്വാമിക്കും നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഭഗവാന് ഭക്തരോടുള്ള ആ ഭക്തി എത്രത്തോളം മനുഷ്യൻ ആ സ്വാമിയോട് കാണിക്കുന്നു, അതനുസരിച്ച് നമുക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തന്ന് അനുഗ്രഹിക്കും.